മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, കർത്താവിനെ അനുസരിച്ചുകൊണ്ട് കർത്താവ് പറയുന്ന പോലെ ആരാണ് എൻ്റെ സഹോദരനും സഹോദരി അമ്മയുമെന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ട് നാം ജീവിക്കുക. കരുണയുടെ അവസാന മണിക്കൂർ എന്നുള്ള പുസ്തകത്തിലെ ഉപസംഹാരം വായിച്ച് ഈ ശുശ്രൂഷയുടെ പൊരുൾ മനസ്സിലാക്കുവാനായിട്ട് വേണ്ടി സാധിക്കുമെങ്കിൽ നിങ്ങൾ ആ ബുക്ക് ഏതെങ്കിലും ബുക്ക് സ്റ്റാളിൽ നിന്ന് ലഭിക്കുമെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള സോഴ്സ് ഉണ്ടാവുമായിരിക്കും. അത് മനസ്സിലാക്കിയെടുക്കുന്നത് നമ്മുടെ നിത്യജീവന് വേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാനും വായിച്ചു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയൊരു അറിവാണ് നമുക്ക് പ്രവാചക ദൗത്യം പോലെ ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് സംസാരിക്കാം. രണ്ടാം വരവും അന്ത്യവിധിയും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ്. ദൈവത്തിൻ്റെ മക്കളെല്ലാവരും ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നതനുസരിച്ച് വിധിക്കപ്പെടാനായി ക്രിസ്തുവിൻ്റെ മുന്നിൽ നിൽക്കുന്ന ദിവസത്തെ വിശുദ്ധ യോഹന്നാൻ ദർശനത്തിൽ കണ്ടു. വെളിപാട് 20:12. കരുണയുടെ അവസാന മണിക്കൂർ കർത്താവിൻ്റെ രണ്ടാം വരവിനെയും അന്ത്യവിധിയെയും കുറിച്ചിട്ടുള്ള യോഹന്നാൻ്റെ ദർശനങ്ങളുടെ തക്ക സമയത്തുള്ള സ്ഥിരീകരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നവയെക്കുറിച്ചെല്ലാം ശ്രദ്ധിക്കേണ്ടത് എത്രയോ പ്രധാനപ്പെട്ടതാണെന്ന് അത് നമ്മെ എല്ലാം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. സ്വകാര്യ വെളിപാടുകൾ എന്നത് ബൈബിളിൽ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണെന്ന് ഹെബ്രായർ 12:4 നമ്മളെ ബോധ്യപ്പെടുത്താനായി ദൈവം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ ഇന്ന് വരെ അനേകം വ്യക്തികളെ പ്രവാചകരായി തിരഞ്ഞെടുക്കുന്നു. കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ അവിടുന്ന് തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നതിനാൽ ശിക്ഷയുടെ ദിനത്തിന് മുമ്പായി അവരെ തിരികെ കൊണ്ടുവരുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. ആ ലക്ഷ്യം സാധിക്കുന്നതിനായി എല്ലാവരെയും ശക്തമായ ഒരു രൂപാന്തരീകരണത്തിലേക്കും മാനസാന്തരത്തിലേക്കും നയിക്കാൻ വേണ്ടിയാണ് ഈ പ്രവാചകർ അയക്കപ്പെട്ടിരിക്കുന്നത്. കരുണയുടെ അവസാന മണിക്കൂർ യേശുവും മറിയും ജിങ്സ്ഗൂർ ഗോങ്ഗ്ലാഡ് എന്ന സഹോദരിയിലൂടെ നൽകിയ സ്വകാര്യ വെളിപാടുകളുടെ സമാഹാരമാണ്. അത് മാനസാന്തരത്തിനുള്ള കർത്താവിൻ്റെ ആഹ്വാനത്തിന് പ്രത്യുത്തരിക്കുവാൻ സഹായിക്കുന്ന ശക്തമായ ഒരു ആത്മീയ ഉപകരണമാണ്. പിശാചിൻ്റെ തന്ത്രങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിജയം വരിക്കാനുള്ള ഒരുക്കത്തിനും അത് സഹായകമാണ്. നിത്യമായ രാജ്യത്തിലേക്കുള്ള വിജയകരമായ യാത്രയുടെ ദിനത്തിൽ പ്രത്യക്ഷനാകുന്ന കർത്താവിനെ ആനന്ദത്തോടെ എതിരേൽക്കുവാനും കരുണയുടെ അവസാന മണിക്കൂർ നമ്മെ സഹായിക്കും. തീർച്ചയായിട്ടും ഈ കാലഘട്ടങ്ങളിൽ ദൈവം നമ്മളെ അത്യധികം സ്നേഹിക്കുന്നു എന്നതാണ് പ്രവാചകരിലൂടെ കർത്താവ് വെളിപ്പെടുത്തുന്ന രഹസ്യങ്ങൾ. ഇത് തിരിച്ചറിയുവാൻ, ഇത് മനസ്സിലാക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമ്മൾ ആയിരിക്കുവാനായിട്ട് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം, ഒരുങ്ങാം. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് ഉപകരിച്ചുവെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിലെ, നിങ്ങളുടെ സമൂഹത്തിലെ മറ്റുള്ളവരിലേക്കും പ്രവാചക ദൗത്യമെന്ന പോലെ തന്നെ ഈ വെളിപ്പെടുത്തലുകൾ മറ്റുള്ളവരിലേക്കും പകർന്നു നൽകുക. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നിത്യമായ ജീവനിലേക്ക് നാം ഓരോരുത്തരും എത്തപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബ്രദർ തോമസ് ജോർജ്, പാണാശ്ശേരി.